യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാം ആയവനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനീ. തുன்பം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുன்பം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകൻ താങ്ങും തണലും അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൽ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കുമേ. അന്ന് ജീവന്റെ നദി കവിഞ്ഞൊഴുകിടുമേ.
ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റവും സുന്ദരനേ. തുன்பം ദുഃഖങ്ങളത് ആശ്വാസം നൽകുന്നോ. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റവും സുന്ദരനേ. 10,000 ഏറ്റവും സുന്ദരനേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10,000 ഏറ്റവും സുന്ദരനായ കർത്താവിനെ ഞാൻ കണ്ടെത്തി. അവനെൻ്റെ ദുഃഖവും പ്രയാസവുമെല്ലാം മാറ്റുന്നവനാണ്. എൻ്റെ പാപഭാരമെല്ലാം ചുമന്ന് ഒഴിച്ചവനാണ്. എൻ്റെ ഭാരങ്ങളെല്ലാം ചുമക്കാമെന്നേറ്റവനാണ്. ലോകം മുഴുവൻ എന്നെ കൈവിട്ടാലും ദുഃഖഭാരമേറിയാലും എൻ്റെ പ്രിയൻ എൻ്റെ കർത്താവ് എനിക്ക് താങ്ങും തണലുമാണ്. ഒരു നാളും അവൻ കൈവിടുകയില്ല. അവൻ എന്നെ മറക്കുകയില്ല. മരണത്തിൽ പോലും എന്നെ കൈവിടില്ല. എൻ്റെ ജീവിതം മുഴുവനും അവൻ്റെ ഇഷ്ടം ചെയ്ത് ഞാൻ ജീവിക്കും. മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ്റെ മുഖം കാണും. അന്ന് ജീവൻ്റെ നദി കവിഞ്ഞൊഴുകുന്ന സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അവൻ ശാരോനിൽ പനിനീർ പുഷ്പമാണ്. അവനെ ഞാൻ കണ്ടെത്തി. എൻ്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠനാണ്. കർത്താവിനെക്കുറിച്ച് വർണ്ണിക്കുന്ന അതിമനോഹരമായ ഗാനമാണ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 62-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യവും വായിക്കാം. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. 62-ാം സങ്കീർത്തനം 9-ാം വാക്യം. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദാനിയേൽ 5:27. മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് 3 നിലയിലാണ്. എങ്ങനെയാണ് നാം ചന്തയിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്? ഒന്ന്, ഈ സാധനങ്ങൾ എണ്ണി വാങ്ങുന്നു. മറ്റ് ചില സാധനങ്ങൾ വില കൊടുക്കുന്നു. അത് എണ്ണിയല്ല, അതിൻ്റെ ഭംഗി നോക്കിയാൽ, അതിൻ്റെ ശോഭ മനോഹാരിത നോക്കിയാൽ വില കൊടുക്കുന്നത്. എന്നാൽ മറ്റ് ചില സാധനങ്ങളോ അത് നാം തൂക്കിയാണ് വാങ്ങുന്നത്. എണ്ണി വാങ്ങുന്നു, ഭംഗി കൊണ്ട് വില നിശ്ചയിച്ച് വാങ്ങുന്നു. സാധനങ്ങൾ തൂക്കി വാങ്ങുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ആളുകളുടെ എണ്ണത്തിലല്ല വില, പുറമേ ഉള്ള സൗന്ദര്യത്തിലുമല്ല വില. അവിടുന്ന് വില നിശ്ചയിക്കുന്നത് ആത്മാക്കളെ തൂക്കി നോക്കിയാണ്. ഒരു തുലാസിൻ്റെ 2 തട്ടങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്തു നിന്നു എങ്കിൽ മാത്രമേ തൂക്കം ശരിയാകുകയുള്ളൂ.
ഒന്ന് കയറിയോ ഒന്ന് ഇറങ്ങിയോ ഇരുന്നാൽ നാം പറയും തൂക്കം ശരിയല്ലെന്ന്. അതിൻ്റെ ആ ബാലൻസിങ് നോക്കി നിൽക്കും, തൂക്കം ശരിയാണോ എന്നറിയുവാൻ. ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ ബാലൻസ് ശരിയാകേണ്ട ഒരുപാട് ഒട്ടുവളരെ മേഖലകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. തുലാസിൻ്റെ തട്ടിൽ പൊങ്ങിപ്പോകാതെ ഇരിക്കുവാൻ, തുലാസിൽ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണാതെ ഇരിക്കുവാൻ, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ബാലൻസ് ശരിയാകേണ്ടിയിരിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിൽ അതിൽ ഒരു കാര്യം നമുക്ക് കാണാം. എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ചില മനുഷ്യരുടെ ഹൃദയം ശുദ്ധമായിരിക്കാം, പക്ഷേ വായിലെ വാക്കുകൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായകയാൽ അവർ സമൂഹത്തിൽ തീരെ വില കുറഞ്ഞവരായി കാണുന്നു. മനസ്സ് ശുദ്ധമാണ്, പക്ഷേ വാക്കുകൾ ഒരു ശുദ്ധവുമില്ല, നിലപദമില്ല, വില കുറഞ്ഞ വാക്കുകളാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കണം. 2 ചെവികളും 2 കണ്ണുകളും ദൈവം നമുക്ക് തന്നു. എന്നാൽ ഒറ്റ നാവ് മാത്രമേ കർത്താവ് നൽകിയുള്ളൂ. ശരിയായി കാണുകയും നന്നായി കേൾക്കുകയും ചെയ്തിട്ട് മാത്രമേ നാം നാവെടുത്ത് സംസാരിക്കുവാൻ പാടുള്ളൂ എന്നതാണ് അതിൻ്റെ സാരം. വാക്ക് കൃത്യമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റു ചില മനുഷ്യരുടെ വാക്കുകൾ എണ്ണയേക്കാൾ മൃദുലമാണ്, മയമുള്ളതാണ്, സോഫ്റ്റാണ്. ചക്കരവാക്കം മുഖസ്ഥിതിയും കൊണ്ട് അവർ ഏതു മനുഷ്യനെയും തങ്ങളുടെ വലയിൽ അകപ്പെടുത്തി കളയും. എത്ര സരസമായി, എത്ര ലളിതമായി ഒരു മനുഷ്യനെ ചക്കരവാക്കുകൊണ്ട് ഒതുക്കുവാൻ കഴിയുമെന്ന് അവർക്ക് നന്നായി അറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കൂട്ടരെ ദൈവവചനം പറയുന്നത് എന്താണ്? ഈ കൂട്ടരെ കപടഭക്തർ എന്ന് പറയാം. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് അവിടുന്ന് ശപിച്ചത് കപടഭക്തന്മാരെ മാത്രമാണ് എന്ന വസ്തുത നാം മറന്നു പോകരുത്. സംഖ്യാപുസ്തകം 22-23 അധ്യായങ്ങളിൽ നാം കാണുന്ന ബിലയാമിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഈ ബിലയാം ഈ വിഷയങ്ങളിൽ നമുക്ക് നല്ല ഒരു ഉദാഹരണമാണ്. ബാലാക്ക് രാജാവ് അയച്ച ഭൃത്യന്മാരോട് അവൻ സംസാരിച്ച വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്ര മനോഹരമായ ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവഴുത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു തീരുമാനം മറ്റാരും ചെയ്തതായി നാം കാണുന്നില്ല. എത്ര ശക്തമായ തീരുമാനം! സംഖ്യാപുസ്തകം 22:18 നാം കാണുന്നത്. അടുത്ത വാക്യത്തിൽ അവൻ ഒരു പ്രാർത്ഥനാവീരനായിട്ടാണ് നാം കാണുന്നത്. 23:9 അവൻ്റെ പ്രവചനം നാം കേൾക്കുന്നു, എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ ധ്യാനമോ അത് വളരെ മോശമായിരുന്നു എന്ന് നാം പിന്നത്തേതിൽ മനസ്സിലാക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 2:15 അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എന്ന് വളരെ സ്പഷ്ടമായി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ വാക്ക് വളരെ മയമുള്ളതും വളരെ തീരുമാനവും പ്രതിഷ്ഠയും എടുത്തു കാണിക്കുന്നതുമായിരുന്നു. ഏതു മനുഷ്യനും പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കത്തില്ല,
ബിലെയാം ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് തീർത്ത് പറയും. പക്ഷേ അവൻ്റെ മനസ്സിലെ കൊതി എന്താണ്? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മനസ്സിലെ താല്പര്യം എന്താണ്? അത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അനീതിയുടെ കൂലി കൊതിച്ച് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ നശിക്കുവാനുള്ള തന്ത്രം അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പൊന്തി വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്ര വളരെ സ്പഷ്ടമായി ദൈവഭക്തിയും ആത്മീയ ദർശനവും കാഴ്ചപ്പാടും ഒക്കെ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഊളിയിട്ട് വരുന്നത് ഇസ്രായേലിലെ 10,000-കണക്കിന് ജനങ്ങളെ തകർക്കുവാനുള്ള തന്ത്രമാണ്. കണ്ടോ, അവൻ്റെ വായിലെ വാക്ക് എങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ ഹൃദയത്തിലെ ധ്യാനം എങ്ങനെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2:14 അക്കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് കുറച്ചുകൂടെ സ്പഷ്ടമായി കാണുന്നു. ഈ കപടഭക്തനുണ്ടായ ശിക്ഷ വളരെ വലുതായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങിപ്പോയി. താൽക്കാലിക മൃഗമായി കണ്ട, താൽക്കാലിക രക്ഷയ്ക്കായി അവൻ കണ്ട, അവൻ യാത്ര ചെയ്ത ആ മൃഗം, കഴുത കണ്ട ദൂതനെ കാണുവാൻ അവന് കഴിഞ്ഞില്ല. എന്തോ ഒരു കഴിവുകേട്. ദൈവത്തിന് സ്തോത്രം. ഒരു മൃഗം ദൂതനെ കണ്ടു, ദൈവഭക്തനായി നടിക്കുന്ന ഇവന് കാണുവാൻ കഴിഞ്ഞില്ല. അവന് ബുദ്ധിഭ്രമം സംഭവിച്ചിരുന്നതിനാൽ കഴുത അവനോട് സംസാരിച്ചിട്ടും യാതൊരു അതിശയോക്തിയും അവനുണ്ടായില്ല. കഴുത സംസാരിക്കുന്ന സംഭവമേ കേട്ടിട്ടില്ല. എന്നാൽ ഈ കഴുത എന്നോട് സംസാരിക്കുന്നോ എന്ന് അവൻ ആശ്ചര്യപ്പെടാനും ഇടയായില്ല. കാരണം അവൻ്റെ ബുദ്ധി ഭ്രമം സംഭവിച്ചു പോയി. അവൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും വ്യത്യസ്തമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ദൈവകൃപ പോയതിനാൽ അവൻ ഒരു വാള് തേടി കഴുതയെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നു. കഴുതയുടെ സംസാരത്തിൽ അവനൊരു മാനസാന്തരവും വന്നില്ലെന്ന് മാത്രമല്ല, ഇനി മേലിൽ അത് സംസാരിക്കാതിരിക്കുവാൻ കഴുതയെ കൊല്ലുവാൻ വേണ്ടി അവൻ വാളെടുക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ യഹോവയുടെ ദൂതൻ തന്നെ ഒരു വാളുമായി തനിക്കെതിരെ നിൽക്കുന്നത് ബിലെയാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്നവൻ പറഞ്ഞു. എതിരാളികളുടെ വാളിനാൽ അതിദാരുണമായ വിധം ഇവൻ കൊല്ലപ്പെടുകയും ചെയ്തു. എത്ര ദാരുണമായ അന്ത്യം! ദൈവമക്കളെ, നമ്മുടെ വായിലെ വാക്കും നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും തമ്മിൽ പൊരുത്തപ്പെടാതെ ദൈവഭക്തരായി ജീവിക്കുന്നവർക്ക് എക്കാലവും ഇതൊരു മുന്നറിയിപ്പായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് പറയുന്നത്, കർത്താവേ, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ദൈവത്തിന് സ്തോത്രം. ദൈവം പാറയാണെന്ന് സമ്മതിക്കുന്നു, ദൈവം വീണ്ടെടുപ്പുകാരനാണെന്ന് സമ്മതിക്കുന്നു. അവൻ ദൈവത്തെ ദൈവമായി ഏറ്റുപറയുന്നു. പിന്നെയും പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ, ഞാൻ നിന്നെ സേവിച്ച് നിൻ്റെ മകനായി ജീവിച്ചാലും, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായി നിന്നെ തിരഞ്ഞെടുത്താലും, നീ ക്രിസ്തുവാകുന്ന പാറമേലിരുന്നാലും, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരുന്നാൽ മാത്രമേ
ഞാൻ നിത്യതയിൽ പോവുകയുള്ളൂ. അത് ഞാൻ തന്നെ ക്രമീകരിക്കേണ്ട കാര്യമാണ്. ദൈവം തിരഞ്ഞെടുക്കുവാനുള്ളത് തിരഞ്ഞെടുത്തു. ജീവിതം ക്രമീകരിക്കേണ്ടത് അവരവർ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടും, വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ ആയിരിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ദൈവപ്രീതിയും മനുഷ്യപ്രീതിയും. അങ്ങനെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ശമൂവേൽ ബാലനോ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ദൈവപ്രീതിയും മനുഷ്യപ്രീതിയും. ലൂക്കോസ് 1 ശമൂവേൽ 2:26. നമ്മുടെ രക്ഷിതാവായ യേശുവിനെപ്പറ്റി, യേശുവിൻ്റെ വളർച്ചയെപ്പറ്റി ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ലൂക്കോസ് 2:52. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രീതി, മനുഷ്യരുടെ പ്രീതി. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ. ദൈവത്തിന് സ്തോത്രം. അതെന്താണ്? അതായത് വളരെ വ്യക്തമാണ്. ഫലവത്തായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ദൈവത്താലും മനുഷ്യരാലുമുള്ള സാക്ഷ്യം ഉണ്ടായിരിക്കണമെന്നുള്ളത് തന്നെയാണ്. ചിലർ പറയും, ഞാൻ മനുഷ്യരെ ഒന്നും ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഉള്ളം ദൈവം കാണുന്നു, ദൈവത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതി. അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. നീ ഫലവത്തായ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി ഏകാന്തതയിൽ വസിക്കുവാനല്ല, നിന്നെ ദൈവം കാണുന്നു, ദൈവം മാത്രം കണ്ടാൽ മതി എന്ന് ചിന്തിക്കുവാനല്ല. ദൈവത്താലും മനുഷ്യരാലുമുള്ള സാക്ഷ്യം ദൈവത്തിൻ്റെ പൈതലേ നിനക്കുണ്ടായിരിക്കണം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഈ വിഷയത്തിൽ നമുക്ക് തികഞ്ഞ മാതൃകയായിരുന്നു. തൻ്റെ ഭാര്യയായ സാറ മരിച്ചപ്പോൾ അബ്രഹാം ചുറ്റുമുള്ള ഹിത്യരോട് സംസാരിച്ചു, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവേൻ എന്ന് അബ്രഹാം അവരോട് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട് എന്താ പറഞ്ഞെന്നറിയാവോ? യജമാനനെ, കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ശക്തനായ ഒരു പ്രഭു എന്നത്ര എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ചുറ്റുപാടുമുള്ള ജാതികൾ അബ്രഹാമിനെ ഇപ്രകാരം വിളിച്ചത്, അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെച്ചതുകൊണ്ടല്ല, അവൻ്റെ വിസിറ്റിംഗ് കാർഡിൽ ക്രിസ്തു യേശുവിൻ്റെ എംബ്ലം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, അവൻ്റെ വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ടുമല്ല, അവൻ വെള്ള ഉടുപ്പും വെള്ളമുണ്ടും ധരിച്ച് ആ രീതിയിൽ വേഷത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ടുമല്ല. ഇതൊക്കെ മനുഷ്യനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്. പിന്നെയോ അബ്രഹാം എന്താ ചെയ്തത്? അവൻ്റെ ജീവിത രീതി ഹിത്യർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ പ്രഭുവാണെന്ന് അവർ ഏറ്റുപറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുവാൻ ഇന്ന് ജനകോടികൾ ഇഷ്ടപ്പെടുന്നു. ഏതൊരു ക്രിസ്ത്യാനിയും അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുവാൻ സന്തോഷിക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, യഹൂദരും ഇസ്ലാം മത വിഭാഗികളും ഒക്കെ അബ്രഹാമിനെ പിതാവായി അംഗീകരിക്കുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന നാമം തനിക്ക് സിദ്ധിച്ചു. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. ഇങ്ങനെ സ്വദേശത്തും സ്വന്തം ഭവനത്തിലും സ്വർഗത്തിലും തനിക്ക് സാക്ഷ്യമുണ്ടായിരുന്നു. അബ്രഹാമിന് സ്വന്തം ദേശത്ത് ഹിത്യർ സാക്ഷ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രഭുവാണെന്ന്. തൻ്റെ കുടുംബത്തിൽ സാക്ഷ്യം പറഞ്ഞു, അവൻ്റെ യജമാനനാണ്. സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം പറഞ്ഞു, എൻ്റെ സ്നേഹിതനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കും ഒരുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യോസഫിനെ പറ്റി ഫലപ്രദമായ വൃക്ഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49:22. മതിലിന്മേൽ പടരുന്ന കൊമ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അകത്ത് നിൽക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും ഒരുപോലെ അതിൻ്റെ ഫലം പറിക്കാം. അകത്തോട്ട് ഫലം കിട്ടും, അകത്തു നിന്ന് ഫലം കിട്ടും, പുറത്തു നിന്നും ഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. കുറച്ചുകൂടെ ക്ലിയറായിട്ട് കർത്താവിൻ്റെ ദാസൻ പൗലോസ്ലീഹ വാക്യം പറയുന്നു. 2 കൊരിന്ത്യർ 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ആർക്കൊക്കെയാ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും. നശിച്ചു പോകുന്നവർ പൊക്കോട്ടെ, അവർ ശാപയോഗ്യരാണെന്ന് പറഞ്ഞവരെ തള്ളുവാനല്ല. ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു ദൈവ പൈതലെന്നുള്ള വാസന അവർക്കും നുകരേണ്ടതായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരൻ പോലും, ദൈവമില്ലെന്ന് ഞാൻ പറയും, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യൻ അവൻ ദൈവഭക്തനാണ് എന്ന് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കാണപ്പെടാത്ത ദൈവത്തെ അവൻ ദൈവമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹിതനായ നിന്നെ, ദൈവത്തിൻ്റെ പൈതലായ നിന്നെ തള്ളിപ്പറയുവാൻ അവന് കഴിയുകയില്ല. നിന്നിലൂടെ അവൻ വാസ്തവമായി ദൈവത്തെയാണ് കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. രൂത്തിനെ പറ്റി പറയുന്നത് എന്താണ്? രൂത്തിനെ പറ്റി ബോവസ് പറയുന്ന സാക്ഷ്യം കേട്ടോ. അവൾ ബോവസിൻ്റെ ബാല്യക്കാരത്തികൾക്ക് മാത്രമേ കൂട്ടായ്മ ആചരിച്ചുള്ളൂ. ബോവസിൻ്റെ ബാല്യക്കാരികളോട് മാത്രമേ കൂട്ടായ്മ ആചരിച്ചിരുന്നുള്ളൂ. രൂത്തിൻ്റെ പുസ്തകം 2-ാം വാക്യം. ബോവസിൻ്റെ വയലിൽ മാത്രമായിരുന്നു അവൾ ശുശ്രൂഷ ചെയ്തത്. എന്നാൽ അവളുടെ നല്ല സാക്ഷ്യം പട്ടണം മുഴുവനും പരന്നു. പ്രവർത്തിച്ചതെവിടാ? ബാല്യക്കാരത്തികളോട് കൂടെ. അവളുടെ നല്ല പരസ്യം, നല്ല സാക്ഷ്യം ആ ദേശം മുഴുവനും പരന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവർ പറഞ്ഞത്? രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11 നാം കാണുന്നു, നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകനായ ഏലിശയെ പറ്റി ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ വഴിയെ കൂടെ കടന്നു പോകുന്ന ഈ വിശുദ്ധനായ
ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. 2 രാജാക്കന്മാർ 4:9. ഏലീശയോടുകൂടി ശിഷ്യനായ ഗേഹസിയും സാധാരണ സഞ്ചരിക്കാറുണ്ടായിരുന്നെങ്കിലും അവനെപ്പറ്റി അവൾ ഈ സാക്ഷ്യം പറഞ്ഞിട്ടേയില്ല. മുമ്പേ പോകുന്നവൻ ഒരു ദൈവപുരുഷനാണ് എന്ന് മാത്രം അവൾ മനസ്സിലാക്കി. ശരിക്കും പരിചയമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അവനെ കാണുന്നവർക്ക് അവനിലുള്ള ദൈവകൃപ വെളിപ്പെട്ടു വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കണ്ടാൽ മതി, ദൈവകൃപ വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പൈതലേ, ഇങ്ങനെ ദൈവത്താലും മനുഷ്യരാലുമുള്ള സാക്ഷ്യം ദൈവം നമുക്ക് നൽകട്ടെ. ദൈവത്താലും മനുഷ്യരാലുമുള്ള സാക്ഷ്യം പ്രാപിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ദൈവപ്രീതിയും മനുഷ്യപ്രീതിയും ഒരുപോലെ നിന്ന് തുലാസിൻ്റെ തട്ടിൽ പൊങ്ങിപ്പോകുവാനിടയാകാതെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. നമ്മെ ദൈവം തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണാതെ കാണുവാൻ ഇടയാകാതെ ഇരിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തി. ഞങ്ങൾ പ്രാപിച്ച കൃപയനുസരിച്ച് കൃപമേൽ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ കൃപ ചെയ്താട്ടെ. ഒരിടത്ത് ഞങ്ങൾ നിരാശരായി തീരാതെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.